എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എസിന് വേണ്ടി തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിലെ 45ാമത്തെ ക്ലാസ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 2025 ജൂണിൽ അന്തരിച്ച വനം വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാത്തി എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയാണ് മാരുതി ചിതംപള്ളി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നത് മാരുതി ചിതംപള്ളി എന്ന പേരാണ്. ചിതംപള്ളി എന്ന പേരാണ്. നമ്മൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് ഭാഷയിലെ എഴുത്തുകാരനാണെന്ന് വെച്ചാൽ മറാത്തി ഭാഷയിലെ എഴുത്തുകാരനാണ്. മറാത്തി ഭാഷയിലെ എഴുത്തുകാരനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട മാരുതി ചിതംപള്ളി എന്ന കാര്യം ഓർത്തിരിക്കുക. മറാത്തി ഭാഷയിലെ എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എന്താണ്, വനം വന്യജീവി സംരക്ഷക പ്രവർത്തകൻ കൂടിയാണ്. വനം വന്യജീവി സംരക്ഷക പ്രവർത്തകനും കൂടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വന്യജീവി സംരക്ഷകനാണെന്ന കാര്യം ഓർത്തിരിക്കുക. സംരക്ഷക പ്രവർത്തകനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് മാരുതി ചിതംപള്ളി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാരുതി ചിതംപള്ളിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരിക്കേണ്ട ഒന്ന് വനം വന്യജീവി സംരക്ഷണ പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ മറാത്തി ഭാഷയിലെ എഴുത്തുകാരനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ 2025 ജൂൺ മാസത്തിൽ മാരുതി ചിതംപള്ളി അന്തരിച്ചു. അദ്ദേഹം മറാത്തി എഴുത്തുകാരനാണ്, അതോടൊപ്പം തന്നെ വനം വന്യജീവി സംരക്ഷക പ്രവർത്തകനുമാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ്. IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം. IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം. IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അവരുടെ പേര് ഓർത്തിരിക്കുക, ശാലിനി മാലിക് ആണ്. പേര് ശാലിനി മാലിക് എന്നാണ് ഓർക്കേണ്ടത്. ഇവരുടെ നോവൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വേ ഹോം എന്നതാണ് നോവലിന്റെ പേര്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്, IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഇന്ത്യൻ എഴുത്തുകാരിയാണ് ശാലിനി മാലിക്. ദ വേ ഹോം എന്നാണ് അവരുടെ ആ ഒരു നോവലിന്റെ പേര്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ നോവല് ദ വേ ഹോം ശാലിനി മാലിക്കിന്റെ ആണ്. IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. ഇതിന്റെ സമ്മാനത്തുക നൽകുന്നത് 22 ലക്ഷം രൂപയാണ്. 22 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മാരുതി ചിതംപള്ളി ആരാന്ന് പഠിച്ചു. അദ്ദേഹം ഈ 2025 ജൂണിൽ അന്തരിച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ മറാത്തി എഴുത്തുകാരനാണ്. രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ട പേര് ശാലിനി മാലിക് ആണ്. അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ട IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരിയാണ്. അവരുടെ നോവലിന്റെ പേര് പരിചയപ്പെട്ടു, ദ വേ ഹോം എന്നാണ്. എത്ര രൂപയാണ് IGF ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പഠിച്ചു. 22 ലക്ഷം രൂപയാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ക്രിക്കറ്റ് നായകനായ ശേഷം BCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ 2 ക്രിക്കറ്റ് താരങ്ങൾ ആരെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് നായകനായ ശേഷം BCCയുടെ, അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി, ഇന്ത്യൻ ടീമിന്റെ എന്താണ് ക്യാപ്റ്റൻ നായകനായതിനു ശേഷം എന്താണ് നമ്മുടെ BCCയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വിജയ ആനന്ദ ഗജപതി റാവു ആണ്. ഒന്നാമത്തെ പേര് വിജയ ആനന്ദ ഗജപതി രാജു എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തെ വിസി എന്ന ചുരുക്കനാമത്തിൽ വിളിക്കപ്പെടും, വിസി. അപ്പോൾ ഇവിടെ വിജയ
ആനന്ദ ഗജപതി രാജു. രണ്ടാമത്തെ നമുക്കറിയാം സൗരവ് ഗാംഗുലിയാണ്. സൗരവ് ഗാംഗുലി. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താണ്, ഇന്ത്യൻ ക്രിക്കറ്റ് നായകനായ ശേഷം BCCIയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ 2 ക്രിക്കറ്റ് താരങ്ങളാണ് നമ്മളോട് പരിചയപ്പെട്ട വിജയ ആനന്ദ ഗജപതി രാജുവും അതോടൊപ്പം തന്നെ സൗരവ് ഗാംഗുലിയും. ഇനി ഇന്ത്യൻ ടീമിന്റെ മെന്റർ പദവിയിലെത്തിയ മുൻ നായകനാണ് ആര്? മഹേന്ദ്ര സിംഗ് ധോണി. മെന്റർ പദവിയിലെത്തിയ മുൻ നായകനാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയേ പറഞ്ഞുള്ളൂ. ഇന്ത്യൻ ക്രിക്കറ്റ് നായകനായ ശേഷം BCCIയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ 2 ക്രിക്കറ്റ് താരങ്ങളാണ് വിജയ ആനന്ദ് ഗജപതി രാജു, വിസി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു, അതേപോലെ സൗരവ് ഗാംഗുലി. ഇന്ത്യൻ ടീമിന്റെ മെന്റർ പദവിയിലെത്തിയ മുൻ നായകനാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന കാര്യം ഓർക്കാം. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യൻ ടീമിന്റെ മെന്റർ പദവിയിലെത്തിയ മുൻ നായകനാരെന്ന് വെച്ചാൽ മഹേന്ദ്ര സിംഗ് ധോണിയാണെന്ന കാര്യം ഓർക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര വിജയികൾക്ക് നൽകുന്ന പട്ടൗഡി ട്രോഫിയുടെ പേര് പുനർനാമകരണം ചെയ്തതിനു ശേഷം അറിയപ്പെടാൻ പോകുന്നത്. ധാരാളം പത്രങ്ങളിലൂടെയൊക്കെ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ ഈ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര വിജയികൾക്ക്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത്? ഇന്ത്യയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിൽ ഒരു ടെസ്റ്റ് മത്സരം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു മത്സരം, ക്രിക്കറ്റ് മത്സരം, ആ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ഇതുവരെ നൽകിക്കൊണ്ടിരുന്നത് പട്ടൗഡി ട്രോഫി ആയിരുന്നു. പട്ടൗഡി ട്രോഫി ആയിരുന്നു. എന്നാൽ അതിൻ്റെ പേര് ഇപ്പം മാറ്റി. ആ പട്ടൗഡി ട്രോഫി പുനർനാമകരണം ചെയ്തിട്ട് നിലവിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി എന്നാണ്. നമ്മുടെ സച്ചിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ആൻഡേഴ്സന്റെ പേരിലുമാണ് ഇനി ഈ ട്രോഫി അറിയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി എന്നാണ് ഇതിനി അറിയപ്പെടുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്, ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര വിജയികൾക്ക് നൽകുന്ന പട്ടൗഡി ട്രോഫിയുടെ പേര് പുനർനാമകരണം ചെയ്തതിനു ശേഷം അറിയപ്പെടാൻ പോകുന്നത് എന്തു പേരിലാണ്? സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി എന്ന പേരിലാണ്. അപ്പൊ സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് വെച്ചാൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇതിനു മുമ്പ് ഇതിന്റെ പേരെന്തായിരുന്നു? പട്ടൗഡി ട്രോഫി എന്നാണ് ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇൻഡസ് വാലി ലിപികൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് 20 മുതൽ 22 വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗ്രേറ്റർ നോയിഡയാണ്. ഗ്രേറ്റർ നോയിഡയിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പലതരത്തിലുള്ള ലിപികളൊക്കെ ഉണ്ട്. ആ ഇൻഡസ് വാലി ലിപികൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് 20 മുതൽ 22 വരെ സംഘടിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമുണ്ട്. അതിന്റെ വേദി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റർ നോയിഡയാണ്. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. അടുത്ത US ലേക്ക് മഖാന കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അടുത്തിടെ US മഖാന നമ്മൾ ഈ അടുത്ത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചതാണ്. അപ്പോൾ ഈ അടുത്ത് US നമ്മുടെ ബജറ്റിലൊക്കെ ഒരു എന്താണ് അതിനു വേണ്ടിയിട്ട് എമൗണ്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം മഖാന ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ബീഹാറിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. ഈ മഖാന എന്ന് പറയുന്നത് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം ബീഹാറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, US അടുത്തിടെ മഖാന കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. മഖാന കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? ബീഹാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തിടെ US മഖാന കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? ബീഹാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്താണ്? വേൾഡ് എക്കണോമിക് ഫോറമാണ് എന്ത് പുറത്തിറക്കുന്നത്? ആഗോള ഊർജ പരിവർത്തന സൂചിക പുറത്തിറക്കുന്നത്. ആഗോള ഊർജ പരിവർത്തന സൂചിക പുറത്തിറക്കുന്ന ആരാണ്? വേൾഡ് എക്കണോമിക് ഫോറമാണ്. അവർ പുറത്തിറക്കുന്ന
ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 118 രാജ്യങ്ങളുള്ള പട്ടികയിൽ സ്വീഡൻ ഒന്നാമതെത്തി. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്? 118 പേരുണ്ട്. അതിൽ ഇന്ത്യ എത്രയാണ്? 71. ഇതിൽ ഒന്നാമത് ആരാണെന്ന് വെച്ചാൽ സ്വീഡൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71, ടോട്ടൽ 118 പേരാണുള്ളത്. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് സ്വീഡനാണ്. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 71. എത്ര രാജ്യങ്ങളുടെ പട്ടികയാന്ന് വെച്ചാൽ 118. ഒന്നാമത് ആരാന്ന് വെച്ചാൽ സ്വീഡൻ. ഇനി അടുത്താണ് ഇവിടെ പറയുന്നത് പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതു സ്വത്തല്ല എന്ന് പ്രസ്താവിച്ച കോടതി എന്നാണ്. പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതു സ്വത്തല്ല എന്ന് പറഞ്ഞ കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പെട്രോൾ പമ്പിലെ ശുചിമുറി എന്തല്ല, പൊതു സ്വത്തല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ടെൽ അവീവാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ടെൽ അവീവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചാര സംഘടനയാണ് ഏത്? മൊസാദ്. ഈ മൊസാദിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടെൽ അവീവ് എന്നാണ്. മൊസാദിന്റെ ആസ്ഥാനം എവിടെയാണ്? ടെൽ അവീവിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇസ്രായേലിലെ ടെൽ അവീവിലാണ് മൊസാദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തൃശ്ശൂരാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് വരുന്നത് തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് വരുന്നത് തൃശ്ശൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പൂർണ്ണമായും എന്താണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തൃശ്ശൂരിലാണ്. രാജ്യത്തെ ആദ്യ ഡിസൈനർ മൃഗശാല എവിടെയാണെന്ന് ചോദിച്ചാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യ ഡിസൈനർ മൃഗശാല ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. എവിടെയാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താണ്? രാജ്യത്തെ ആദ്യ ഡിസൈനർ മൃഗശാല എവിടെയാണെന്ന് ചോദിച്ചാൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. എവിടെയാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 2025 ജൂണിൽ വിശാഖപട്ടണം നാവിക ഡോക്ക് യാർഡിൽ നിന്ന് കമ്മീഷനിങ് ചെയ്ത നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് INS അർണാലയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? 2025 ജൂൺ മാസം വിശാഖപട്ടണം നാവിക ഡോക്ക് യാർഡിൽ നിന്ന്. അപ്പൊ നമ്മളുടെ സ്ഥലം എവിടെയാണ്? വിശാഖപട്ടണം നാവിക ഡോക്ക് യാർഡിൽ നിന്ന്. നാവിക ഡോക്ക് യാർഡ്. ഈ നാവിക ഡോക്ക് യാർഡിൽ നിന്ന് കമ്മീഷനിങ് ചെയ്ത നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇപ്പൊ എന്താണ്? ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ INS അർണാല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്?
2025 ജൂൺ മാസത്തിൽ വിശാഖപട്ടണം നാവിക ഡോക്യാർഡിൽ നിന്ന് കമ്മീഷനിങ് ചെയ്ത നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ INS അർണാലയാണ്. അപ്പൊ എന്താണ് INS അർണാല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. ആന്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. ഇത് 2025 ജൂൺ മാസത്തിൽ നമ്മുടെ വിശാഖപട്ടണത്തെ നാവിക ഡോക്യാർഡിൽ നിന്നാണ് കമ്മീഷൻ ചെയ്തത്. ഇത് നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. INS അർണാല ആദ്യത്തെ ആന്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് നമ്മുടെ നാവികസേനയുടെ. ഇത് കമ്മീഷൻ ചെയ്തത് 2025 ജൂൺ മാസത്തിൽ വിശാഖപട്ടണം നാവിക ഡോക്യാർഡിൽ നിന്നാണ്. ഇത്തരം കാര്യങ്ങൾ ഓർക്കേണ്ടത്. ഒന്ന്, വിശാഖപട്ടണം നാവിക ഡോക്യാർഡിൽ നിന്നാണ് കമ്മീഷൻ ചെയ്തത്. എന്താണ് നമ്മളിവിടെ പരിചയപ്പെട്ട INS അർണാല എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS അർണാല എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത് വാർത്തയിലൊക്കെ ഇടം പിടിച്ച ഒന്നാണ് ലുട്ടോബി അഗ്നിപർവ്വതം. നമ്മളിവിടെ ചർച്ച ചെയ്ത് ലുട്ടോബി അഗ്നിപർവ്വതമാണ്. ലുട്ടോബി അഗ്നിപർവ്വതം. ലുട്ടോബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്തോനേഷ്യയിലാണ്. ലുട്ടോബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ ലുട്ടോബി അഗ്നിപർവ്വതം എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്തോനേഷ്യയിലാണ്. ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന കേന്ദ്ര ഓപ്പറേഷൻ ഏതാണ്? ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന കേന്ദ്ര ഓപ്പറേഷൻ നമുക്കറിയാം. ഇറാനും പലസ്തീനും ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും ഇവർ തമ്മിൽ ഒരു യുദ്ധം വരുന്ന സമയത്ത് അവിടെ ഉള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ഓപ്പറേഷന്റെ പേര് എന്ത് തന്നെയാണ്? ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ധു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന കേന്ദ്ര ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യ ചിത്രശലഭ വന്യജീവി സങ്കേതമായിട്ട് പുനഃനാമകരണം ചെയ്യാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി എന്താണ്? ചിത്രശലഭ വന്യജീവി സങ്കേതമായിട്ട് പുനഃനാമകരണം ചെയ്യാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഏതാന്ന് ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ്. ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ചോദിക്കാവുന്ന ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനഃനാമകരണം ചെയ്യാൻ തീരുമാനിച്ച ആദ്യ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് നമ്മുടെ ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനഃനാമകരണം ചെയ്യാൻ തീരുമാനിച്ച ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ഇനി ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് P. മാളവിക. ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ P. മാളവികയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. P. മാളവിക എന്ന പേരാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് കങ്കണ റണാവത്താണ്. അപ്പോൾ നമ്മുടെ 2025 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2025 ഈ പറയുന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായിരിക്കുന്നത് കങ്കണ റണാവത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്? 2025 ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കങ്കണ റണാവത്താണ്. അപ്പോൾ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് നടക്കുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഡൽഹി വെച്ചാണ് നടക്കുന്നത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്ത ആരെയെന്ന് വെച്ചാൽ കങ്കണ റണാവത്തിനെയാണ്. ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ
എന്താണ്? ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് മംഗലൂരുവിലാണ്. എവിടെയാണ്? മംഗലൂരുവിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മംഗലൂരുവിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്ത്, ഗവേഷകരെ സഹായിക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ PSC പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. ഗവേഷകരെ സഹായിക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി. അപ്പോൾ ഗവേഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആസാമിലാണ്. അപ്പോൾ ഗവേഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ആസാമിലാണ്. ഗവേഷകരെ സഹായിക്കാനായിട്ട് മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആസാമിലാണ്. അപ്പോൾ ഗവേഷകരെ സഹായിക്കാനായിട്ട് മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയുടെ പേരെന്താന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്റ്റാർലിങ്ക് എന്നാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയാണ്. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയാണ് ഏത്? സ്റ്റാർലിങ്ക് എന്നത്. ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിൻ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയാണ് ഏത്? സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, NPTയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ. നിരായുധീകരണ നടപടിയാണ് NPT. അതിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? NPT നിരായുധീകരണ നടപടി ഇതിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ രാജ്യം നമ്മുടെ അമേരിക്കയാണ്. രണ്ടാമത്തെ രാജ്യം റഷ്യയാണ്. മൂന്നാമത്തെ രാജ്യം ചൈനയാണ്. നാലാമത്തെ രാജ്യം ഫ്രാൻസ് ആണ്. നാലാമത്തെ രാജ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഫ്രാൻസ് ആണ്. 4 ഫ്രാൻസ്. തുടർന്ന് വരുന്ന അഞ്ചാമത്തെ രാജ്യം UK ആണ്. അതായത് USA, റഷ്യ, ചൈന, ഫ്രാൻസ്, UK ഇത്രയും രാജ്യങ്ങളാണ് നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതോടെ നോക്കാം, USA, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. USA, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. ആ ഒരു ചോദ്യം ചോദിക്കട്ടോ. UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ ആ രാജ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ തന്നിരിക്കുന്ന 5 രാജ്യങ്ങളും. അപ്പോൾ NPT നിരായുധീകരണ നടപടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 1 അമേരിക്ക, 2 റഷ്യ, അടുത്തത് ചൈന, പിന്നെ വരുന്നത് ഫ്രാൻസ്, പിന്നെ വരുന്നത് UK ആണ്. ഈ പേരുകൾ ഓർത്തിരിക്കുക. USA, ചൈന, റഷ്യ, ഫ്രാൻസ്, UK. USA, ചൈന, റഷ്യ, ഫ്രാൻസ്, UK. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ആണവ പോർ മുനകൾ ഉള്ള രാജ്യം ചോദിച്ചാൽ റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ആണവ പോർ മുനകളുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് റഷ്യയാണ്. അവരുടെ കൈവശം 5459 എന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് അമേരിക്കയാണ്. രണ്ടാമതാണ് ഏത് വരുന്നുള്ളൂ? അമേരിക്ക വരുന്നുള്ളൂ. അമേരിക്കയുടേത് 5177 ഇനി അടുത്ത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദികൾ ചോദിച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2025 വനിതാ വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്, ക്രിക്കറ്റ് നടക്കാൻ പോവാണ്. അത് നടക്കുന്നത് ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലൊക്കെ ആയിട്ടാണ്. ഇന്ത്യയിലായിരുന്നു ആദ്യം വേദി നിർണയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനും കൂടെ മത്സരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിൽ വരാത്തതുകൊണ്ട് തന്നെ ശ്രീലങ്കയും കൂടി ഒരു വേദിയായിട്ട് ഇപ്പോൾ നിർണയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, വനിതാ ബാറ്റർമാരുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരമാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? വനിതാ ബാറ്റർമാരുടെ. അപ്പോൾ വനിതാ ക്രിക്കറ്റ് അതിൽ ബാറ്റിങ്ങിൽ ഫസ്റ്റ് റാങ്ക് എത്തിയിരിക്കുകയാണ്. ബാറ്റിങ്ങിൽ ഫസ്റ്റ് റാങ്ക് എത്തിയിരിക്കുന്ന ഇന്ത്യൻ താരമാരെന്നാണ് നമ്മുടെ ചോദ്യം. 2025 ജൂണിലെ കണക്ക് പ്രകാരമാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് സ്മൃതി മന്ദാനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്മൃതി മന്ദാനയാണ്. 6 വർഷത്തിന് ശേഷമാണ് സ്മൃതി റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തുന്നത്. 2ാം സ്ഥാനത്ത് നാറ്റ് സീവിയർ ബ്രാൻഡാണ്. നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വനിതാ ക്രിക്കറ്റിലെ ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന 2025 ജൂൺ മാസത്തിലെ കണക്ക് പ്രകാരം സ്മൃതി മന്ദാനയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ സ്മൃതി മന്ദാന ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം. ക്രിക്കറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളിയാര്. നമ്മൾക്ക് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാണ് പി മാളവിക എന്നതാണ്. അപ്പം ഈ അടുത്ത് നമ്മുടെ ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് പി മാളവിക. ഇവർ 1999 ശേഷമാണ് ഒരു മലയാളി വനിത ഈ പറയുന്ന ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പം നീണ്ട കാലത്തിന് ശേഷമാണ് ഒരു മലയാളി ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിൽ എത്തുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പി മാളവിക എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. ഇനി മെറ്റ ഇന്ത്യയുടെ മേധാവിയായിട്ട് ചുമതലയേൽക്കുന്നത് അരുൺ ശ്രീനിവാസാണ്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയാണ് മെറ്റ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇന്ത്യയുടെ മേധാവിയായിട്ട് വരുന്ന ആരെന്ന് വെച്ചാൽ അരുൺ ശ്രീനിവാസ് എന്ന പേര് ഓർത്തിരിക്കുക. അരുൺ ശ്രീനിവാസ്. ഇനി നമ്മൾ അടുത്തത് തായ്ലാൻഡിൽ നടന്ന ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പ് 2000 മീറ്ററിൽ സ്വർണം നേടിയ മലയാളിയാണ് ജെയിംസ് ജോസഫ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പ് ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലാൻഡിൽ വെച്ചിട്ടാണ്. തായ്ലാൻഡ് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിൽ 2000 മീറ്ററിൽ സ്വർണം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജെയിംസ് ജോസഫ് ആണ്. ജെയിംസ് ജോസഫിന് എന്ത് കിട്ടിയിരിക്കുകയാണ്? ഗോൾഡ് കിട്ടിയിരിക്കുകയാണ്, സ്വർണം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തായ്ലാൻഡിൽ നടന്ന ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പ് 2000 മീറ്ററിൽ സ്വർണം നേടിയ മലയാളി ആര്? ഉത്തരമായിട്ട് വരേണ്ടത് ജെയിംസ് ജോസഫ് ആണ്. ആരാണ്? ജെയിംസ് ജോസഫ് എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എന്താണ്? യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ്? മലയാള വിഭാഗത്തിൽ മലയാള ഭാഷയിൽ ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അഖിൽ പി ധർമ്മജനാണ്. ഉത്തരമായിട്ട് വരേണ്ടത് അഖിൽ പി ധർമ്മജൻ എന്ന പേര് ഓർത്തിരിക്കുക. ഇത് ഓർക്കാൻ സിമ്പിൾ ആട്ടോ. അഖിൽ മാരാർ നമുക്ക് പ്രസിദ്ധനാണ്, ധർമ്മജനും നമുക്ക് പ്രസിദ്ധനാണ്. അപ്പോൾ അഖിൽ പി ധർമ്മജൻ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ കിട്ടിയത് അഖിൽ പി ധർമ്മജനാണ്. ഒരിക്കൽ കൂടി പറയാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി, ആ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അഖിൽ പി ധർമ്മജനാണ്. അഖിൽ പി ധർമ്മജൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള നോവൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റാംകോ ആനന്ദി 50 ലക്ഷത്തോളം കോപ്പികൾ വിറ്റുപോയ ഒരു നോവലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ഒരു നോവലിനാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാള വിഭാഗത്തിൽ ആരാന്ന് വെച്ചാൽ അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് ഓർത്തിരിക്കുക, റാംകോ ആനന്ദി എന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകമാണ് റാംകോ ആനന്ദി എന്നത്. ഇതിന്റെ സമ്മാനത്തുക എന്നൊക്കെ പറയുന്നത് 50,000 രൂപയാണ്. 50,000 രൂപയും ഫലകവും ഒക്കെ അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ലഭിച്ചിരിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മളിവിടെ പറയുന്നത് എന്താണ്? ബാലസാഹിത്യ പുരസ്കാരമാണ്. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. ആർക്കാണ് ലഭിച്ചത്?
ശ്രീജിത്ത് മുത്തേടത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശ്രീജിത്ത് മുത്തേടത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന ഇതിനാണ് പുരസ്കാരം കിട്ടിയത്. പെൻഗ്വിനുകളുടെ വൻകരയിൽ. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് എന്താണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ അഖിൽ പി ധർമ്മജനാണ് ലഭിച്ചത്. റാംകോ ആനന്ദി എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 50,000 രൂപയും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെട്ടത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര വിഭാഗത്തിൽ ശ്രീജിത്ത് മുത്തേടത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മലയാള വിഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പെൻഗ്വിനുകളുടെ വൻകരയിൽ. അപ്പോൾ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം പലപ്പോഴും PC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. അതായത് യുവ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചാൽ അത് അടുത്ത് നടക്കുന്ന പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഓർത്തിരിക്കുക, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ റാംകോ ആനന്ദിയുടെ രചയിതാവായിട്ടുള്ള അഖിൽ പി ധർമ്മജനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ആ ഒരു മലയാള വിഭാഗത്തിലേക്ക് വരുമ്പോൾ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കൃതിയിലൂടെ ശ്രീജിത്ത് മുത്തേടത്തിനാണ് ലഭിച്ചത്. രണ്ടു പേരുകൾ, ഒന്ന് അഖിൽ പി ധർമ്മജൻ, മറ്റൊന്ന് ശ്രീജിത്ത് മുത്തേടത്ത്. അതിൽ അഖിൽ പി ധർമ്മജൻ രാംകോ ആനന്ദി, ശ്രീജിത്ത് മുത്തേടത്ത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്നതാണ് കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. UN പൊതുസഭ എല്ലാ വർഷവും ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഡിസംബർ 4-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡിസംബർ 4-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആരാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഈ പറയുന്ന ഡിസംബർ 4-ാം തീയതി ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കോ-എറക്റ്റീവ് മെഷേഴ്സ്. അതായത് എല്ലാ വർഷവും ഡിസംബർ 4-ാം തീയതി UN പൊതുസഭ എല്ലാ വർഷവും ഡിസംബർ 4-ാം തീയതി UN പൊതുസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമായിട്ട് UN പൊതുസഭ തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ 4-ാം തീയതിയാണ്. ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം. ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമായിട്ട് UN പൊതുസഭ ഈ അടുത്ത് തീരുമാനിച്ച ദിവസമാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 4-ാം തീയതിയാണ്. ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമായിട്ട് UN പൊതുസഭ തീരുമാനിച്ചിരിക്കുന്ന ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡിസംബർ 4-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ് ഡിസംബർ 4-ാം തീയതി. ഇനി നമ്മൾ അടുത്തത് ടെക്നോ പാർക്ക് കമ്പനി വികസിപ്പിച്ച ജൂണിൽ ISROയ്ക്ക് കൈമാറുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡാറ്റോസ്കൂപ്പ് എന്നാണ്. നമ്മുടെ ആ ഒരു ഉപകരണത്തിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഡാറ്റോസ്കൂപ്പ് എന്നാണ് ഉപകരണത്തിന്റെ പേര്. അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താണ്? ടെക്നോ പാർക്കിലെ കമ്പനി വികസിപ്പിച്ച ജൂൺ മാസത്തിൽ, അതായത് ഈ ഒരു കഴിഞ്ഞ മാസത്തിൽ ISROയ്ക്ക് കൈമാറുന്ന ഇലോൺ മസ്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഡാറ്റോസ്കൂപ്പ് എന്നാണ്. അപ്പൊ എന്താണ് ഡാറ്റോസ്കൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോ പാർക്കിലെ ഒരു കമ്പനി വികസിപ്പിച്ച ISROയ്ക്ക് കൈമാറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണമാണ് ഇത് ഡാറ്റോസ്കൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഒരു ഇന്റർനെറ്റ് റേഡിയോ ഉണ്ട്. ചോദിക്കാവുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. റേഡിയോ നെല്ലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കുട്ടികൾക്കായിട്ടുള്ള ഒരു റേഡിയോ ആണ്. ഇത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് കുട്ടികൾക്കായിട്ട് ഈ ഒരു റേഡിയോ ആരംഭിച്ചിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ ചെന്ന് ഈ പറയുന്ന റേഡിയോ നെല്ലിക്ക എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന റേഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കുട്ടികളൊക്കെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കുട്ടികളൊക്കെ കേൾക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിലൂടെ പല കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ പലപ്പോഴും ഇവർ നൽകാറുണ്ട്. അപ്പോൾ നോക്കുക, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ്? റേഡിയോ നെല്ലിക്കയാണ്. എന്താണ്? റേഡിയോ നെല്ലിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിൽ പോൾ വോൾട്ടിൽ 12ാമത് തവണ ലോക റെക്കോർഡ് തകർത്താരെന്ന് വെച്ചാൽ ഡുപ്ലാന്റീസ് ആണ്. അപ്പോൾ 12ാമത് തവണ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ലോക റെക്കോർഡ്, ഇദ്ദേഹത്തിന് തന്നെ ലോക റെക്കോർഡാണ് ഇയാൾ ഭേദിച്ചുകൊണ്ടിരിക്കുന്നത്. 6.28 മീറ്ററാണ് അയാൾ ഈ പറയുന്ന പോൾ വാൾട്ടിൽ
ചാടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗ്. അപ്പോൾ എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം ഈ പറയുന്ന ലോക റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നത്. 12ാമത് തവണയും അദ്ദേഹം എന്താണ് ലോക റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് 6.28 മീറ്റർ ചാടിക്കൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന സ്റ്റോക്ക് ഹോം ഡയമണ്ട് ലീഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിൽ പോൾ വാൾട്ടിൽ പങ്കെടുക്കുകയായിരുന്ന ഡുപ്ലന്റീസ് 12ാമത് തവണ എന്ത് ചെയ്തിരിക്കുകയാണ്? 6.28 മീറ്റർ എന്ന കടമ്പ കടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ റെക്കോർഡ് അദ്ദേഹം ഭേദിച്ചിരിക്കുകയാണ്. അപ്പോൾ 12ാം തവണയും ഭേദിച്ചിരിക്കും. അപ്പോൾ ഡുപ്ലന്റീസ് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരമായിട്ട് വരുന്നത് പോൾ വാൾട്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സംഘടനയായ MI6 മേധാവിയായിട്ട് നിയമിതനായ വനിതയാണ് ബ്ലെയ്സ് മെട്രേവലി എന്ന പേര് ഓർത്തിരിക്കുക. നമ്മളോട് പരിചയപ്പെടുന്നത് ബ്ലെയ്സ് മെട്രേവലി. ഇവരെന്താണ്? ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സംഘടനയാണ് MI6 എന്ന് പറയുന്നത്. ആ MI6 മേധാവിയായിട്ട് നിയമിതയായ വനിതയാണ് ആര്? നമ്മളോട് പരിചയപ്പെട്ട ബ്ലെയ്സ് മെട്രേവലി. അപ്പം ബ്ലെയ്സ് മെട്രേവലി എന്ന് പറയുന്നത് MI6 മേധാവിയാണ്. ഇത് ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സംഘടനയാണ്. അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആന്റി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സുരേഷ് എറിയാട്ടാണ്. അപ്പം നമ്മളോട് പറഞ്ഞത് അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ്. എന്താണ്? ആൻസി ക്രിസ്റ്റൽ അവാർഡ്. ഇത് ലഭിച്ചൊരു മലയാളിയാണ്. ഈ അടുത്ത് ലഭിച്ച മലയാളി ആരെന്ന് വെച്ചാൽ സുരേഷ് ഏറാട് എന്നാണ് ഓർത്തിരിക്കുന്നത്. സുരേഷ് എറിയാട് കേട്ടോ. എറിയാട്ട് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞത് അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നു ആന്റി ക്രിസ്റ്റൽ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ സുരേഷ് എറിയാട്ടിനാണ്. അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആന്റി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളിയാണ് ആര്? സുരേഷ് എറിയാട്ട്. ഫ്രാൻസിൽ നടന്ന രാജ്യാന്തര അനിമേഷൻ ഫെസ്റ്റിവലിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു സുരേഷിന്റെ ദേശി ഊൺ എന്ന അനിമേഷൻ ചിത്രം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് ചിത്രമാണ്? ദേശി ഊൺ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സുരേഷ് എറിയാട്ടാണ്. ഫ്രാൻസിൽ നടന്ന രാജ്യാന്തര അനിമേഷൻ ഫെസ്റ്റിവലിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു സുരേഷിന്റെ ദേശി ഊൺ എന്ന അനിമേഷൻ ചിത്രം. അപ്പോൾ അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് ലഭിച്ച മലയാളിയാണ് സുരേഷ് എറിയാട്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു അനിമേഷൻ ചിത്രം ഓർത്തിരിക്കുക, ദേശി ഊൺ എന്നാണ് ആ ഒരു ചിത്രത്തിന്റെ പേര്. അതുപോലെ തന്നെ രാജ്യാന്തര അനിമേഷൻ ഫെസ്റ്റിവല് ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടന്നത്. അതിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു ഈ സുരേഷിന്റെ ദേശി ഊൺ എന്ന അനിമേഷൻ ചിത്രം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടുത്തിടെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്ന് 21 ആക്കി ഉയർത്തിയ ഒരു സ്റ്റേറ്റ് ഉണ്ട്. അത് നമ്മുടെ കർണാടകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കർണാടകയാണ്. അപ്പോൾ അടുത്തിടെ എന്താണ് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 വയസ്സിൽ നിന്ന് 21 ആക്കിയിട്ട് ഉയർത്തിയ നമ്മുടെ സ്റ്റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കർണാടകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2028 നടക്കുന്ന 4ാമത്തെ UN സന്നദ്ധ സമ്മേളനത്തിന്റെ സഹ ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2028 നടക്കുന്ന 4ാമത്തെ UN സന്നദ്ധ സമ്മേളനത്തിന്റെ യുണൈറ്റഡ് നേഷൻ സന്നദ്ധ സമ്മേളനം ഈ സമ്മേളനത്തിന്റെ സഹ ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് ദക്ഷിണ കൊറിയയാണ്. ഒന്നാമത്തെ രാജ്യം നമ്മൾ പരിചയപ്പെട്ടു ദക്ഷിണ കൊറിയ. അടുത്ത രാജ്യം നമ്മൾ പരിചയപ്പെടുന്നു ചിലി. അപ്പൊ എന്താണ് പറഞ്ഞത്? 2028 നടക്കുന്ന 4ാമത്തെ UN സന്നദ്ധ സമ്മേളനത്തിന്റെ സഹ ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങളാണ് ദക്ഷിണ കൊറിയയും ചിലിയും.
2028 നടക്കുന്ന 4ാമത്തെ UN സന്നദ്ധ സമ്മേളനത്തിന്റെ സഹ ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങളാണ് ദക്ഷിണ കൊറിയയും ചിലിയും. അപ്പൊ 2028 4ാമത്തെ UN സന്നദ്ധ സമ്മേളനം സഹ ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങൾ ദക്ഷിണ കൊറിയയും ചിലിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാറിയോസ് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഒരു പുരസ്കാരമാണ്. സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാറിയോസ്. ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാറിയോസ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാറിയോസ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇസ്രായേൽ ആക്രമിച്ച വടക്കുകിഴക്കൻ ഇറാനിലെ ഒരു വിമാനത്താവളമാണ് മസാദ് വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇറാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. മസാദ് വിമാനത്താവളം എവിടെയാണ്? ഇറാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. മസാദ് വിമാനത്താവളം എവിടെയാണ്? ഇറാനിലാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലോക കാറ്റ് ദിനം എന്നാന്ന് ചോദിക്കും. ജൂൺ മാസം 15-ാം തീയതിയാണ് ആഗോള കാറ്റ് ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക. ആഗോള കാറ്റ് ദിനം. അപ്പൊ ജൂൺ മാസം 15 ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് ദിനങ്ങളൊക്കെ പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. ആഗോള കാറ്റ് ദിനം എന്നാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അത് ഉത്തരമായിട്ട് വരേണ്ടത് ജൂൺ 15 ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ബോധവൽക്കരണ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന ജൂൺ 15 തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താണ്? ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ബോധവൽക്കരണ ദിനം ഇതെന്താണ്? ജൂൺ 15 തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജൂൺ 15, ആ ജൂൺ 15 പ്രധാനപ്പെട്ട 2 ദിനങ്ങൾ. ഒന്ന് ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ബോധവൽക്കരണ ദിനം ചോദിച്ചാൽ ജൂൺ 15. ലോക വയോജന ദുരുപയോഗ വിരുദ്ധ ബോധവൽക്കരണ ദിനം ചോദിച്ചാൽ ജൂൺ 15. അതേപോലെ ആഗോള കാറ്റ് ദിനം എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 15 കാര്യം ഓർത്തിരിക്കുക. ആഗോള കാറ്റ് ദിനം. ഇനി നമ്മൾ അടുത്ത ചോദ്യം, 2025 ജലശക്തി ദശകമായിട്ട് പ്രഖ്യാപിച്ചത് 2025 മുതൽ 35 വരെ ജലശക്തി ദശകമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2025-35 ജലശക്തി ദശകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശാണ്. 2025-35 ഈ ഒരു 10 വർഷം ജലശക്തി ദശകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ഏതാണ്? ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ, നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ഏതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്പ്രാറ്റിയസ് കോറിഗിരി എന്നതാണ് അതിൻ്റെ പേര്. സ്പെല്ലിങ് പറയാം, SPARTIUS
TAEUS കോറിഗിരി, KORAGIRA. സ്പാർട്ടിയസ് കോറിഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ആണ്. ദക്ഷിണേന്ത്യയിൽ നിന്നാണ് കണ്ടെത്തിയത്. പുതിയ ഇനം ജമ്പിങ് സ്പൈഡർ സ്പീഷീസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിങ് സ്പൈഡർ സ്പീഷീസിന്റെ പേരാണ് സ്പാർട്ടിയസ് കോറിഗിരി എന്ന പേര് ഓർക്കുക. കോറിഗിരി എന്ന പേരെങ്കിലും ഓർത്ത് വെക്കുക. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിങ് സ്പൈഡർ സ്പീഷീസിന്റെ പേരെന്താണ്? സ്പാർട്ടിയസ് കോറിഗിരി എന്നാണ് ആ ഒരു ജമ്പിങ് സ്പൈഡർ സ്പീഷീസിന്റെ പേര്. അപ്പോൾ പുതിയ ഇനം ജമ്പിങ് സ്പൈഡർ സ്പീഷീസിന്റെ പേരാണ് നമ്മളിവിടെ പരിചയപ്പെട്ട സ്പാർട്ടിയസ് കോറിഗിരി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. 2025 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമാണെന്നൊക്കെ ചോദിച്ചാലോ, ഒന്ന് നമ്മുടെ സൈപ്രസിലേക്ക് പ്രധാനമന്ത്രി പോകുന്നുണ്ട്. അപ്പം നമ്മളവിടെ ഒരു പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് നമ്മൾ പഠിച്ചപ്പെട്ടു. പിന്നെ അദ്ദേഹം പോകുന്നത് കാനഡയിലേക്കാണ്. അപ്പോൾ സൈപ്രസിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കാനഡയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ക്രൊയേഷ്യയിലേക്ക് പോകുന്നു. ഈ 3 രാജ്യങ്ങളാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ക്രൊയേഷ്യ സന്ദർശനം എന്നൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ പോകുന്നത്? ക്രൊയേഷ്യയിലേക്ക് പോകുന്നത്. അതാരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് നരേന്ദ്രമോദിയാണ്. 2025 ജൂൺ മാസത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത്. സൈപ്രസിൽ അദ്ദേഹം പോയി, അതുപോലെ തന്നെ കാനഡയിൽ പോയി, അതുപോലെ തന്നെ ക്രൊയേഷ്യയിൽ പോയി. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ക്രൊയേഷ്യ സന്ദർശനം നടത്തുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിന്റെ പേരെന്നാണ് ചോദിക്കാം. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജീവധാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ജീവധാര? എന്താണ്? സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് എന്ത്? ജീവധാര എന്ന് പറയുന്നത്. ഇനി അടുത്തത്, പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദ്യമായിട്ടാണ് ഈ പറയുന്ന പുരസ്കാരം വരുന്നത്. ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഇത് ലഭിച്ചിരിക്കുന്ന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. ആർക്കാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്തത് ക്രിസ്റ്റിയാനോ റൊണാൾഡോയെയാണ്. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് നടക്കാനായിട്ട് പോവുകയാണ്. എവിടെ വെച്ചിട്ടാണ് അത് നടക്കുന്നത്? റിയാദിൽ വെച്ചിട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. റിയാദിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായിട്ട്, അപ്പോൾ ഇതിന്റെ ആഗോള അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ക്രിസ്റ്റിയാനോ റൊണാൾഡോയെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്രിസ്റ്റിയാനോ റൊണാൾഡോയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് റിയാദിൽ വെച്ച് നടക്കുന്നു. അതിന്റെ ആഗോള അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ പോർച്ചുഗലിന്റെ ഫുട്ബോൾ താരമായിട്ടുള്ള ക്രിസ്റ്റിയാനോ റൊണാൾഡോയാണ്. അപ്പോൾ 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായി തെരഞ്ഞെടുത്ത് ക്രിസ്റ്റിയാനോ റൊണാൾഡോയാണ്. വേദി എവിടെയാണെന്ന് വെച്ചാൽ റിയാദിൽ വെച്ചിട്ടാണ് വേദി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, സേതു രചിച്ച ഏറ്റവും പുതിയ നോവൽ ഏതാണ്? നമ്മുടെ അന്തകവള്ളികൾ എന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അന്തകവള്ളികൾ ആരുടെ നോവലാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സേതുവിന്റെ നോവലാണ്. അന്തകവള്ളികൾ ആരുടെ നോവലാണ്? സേതുവിന്റെ നോവലാണ്. അതേപോലെ ഈ അടുത്ത് പുറത്തു വന്ന മറ്റൊരു പുസ്തകമാണ് കഥാപർവം എന്ന പുസ്തകം. എന്താണ് കഥാപർവം എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് വെച്ചാൽ എം ലീലാവതിയുടെ പുസ്തകമാണ്. അപ്പം എം ലീലാവതി കഥാപർവം എം ലീലാവതി. അതുപോലെ സേതു അന്തകവള്ളികൾ. ഇപ്പൊ 2 പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് അന്തകവള്ളികൾ, ഒന്നാമത്തെ പുസ്തകം നമ്മൾ പഠിച്ചത് അന്തകവള്ളികൾ എന്ന് പറയുന്ന പുസ്തകം സേതുവിന്റെ പുസ്തകമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് കഥാപർവം എന്നത് എം ലീലാവതിയുടെ പുസ്തകമാണ്. എം ലീലാവതി കഥാപർവം, അതുപോലെ അന്തകവള്ളികൾ സേതു. എം ലീലാവതി കഥാപർവം, അതുപോലെ അന്തകവള്ളികൾ ആരുടെ പുസ്തകമാണ്? സേതുവിന്റെ പുസ്തകമാണ്. ഇനി 2025 21ാമത് ക്ലബ് ലോകകപ്പിന് വേദിയാവുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത്? ക്ലബ്ബ് ലോകകപ്പ് നടക്കുന്നത്.
ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പ് അത് നടക്കുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോൾ ആണ്. ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോൾ അമേരിക്കയിൽ വെച്ച് നടക്കുന്നു. 21ാമത് ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ വേദി അമേരിക്കയാണ്. 2025 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്ന ആൽക്കഹോൾ ലേബൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ചിറാപുഞ്ചി ജിൻ എന്നാണ് പേര്. ചിറാപുഞ്ചി ജിന്ന് എന്നാണ് പേര്. ചിറാപുഞ്ചി ജിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യ ആ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വരുന്ന ആൽക്കഹോൾ ലേബലാണ് ഇത്. പുറത്തു വരുന്ന ആൽക്കഹോൾ ലേബലാണ് ഏത് നമ്മളിവിടെ പരിചയപ്പെട്ട ചിറാപുഞ്ചി ജിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചിറാപുഞ്ചി ജിൻ? വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വരുന്ന ആൽക്കഹോൾ ലേബലിന്റെ പേരാണ് ചിറാപുഞ്ചി ജിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ 2 ക്ലാസ്സുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിന് ഈ പറയുന്ന ജനുവരി മാസം മുതൽ ഇങ്ങോട്ടുള്ള മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സുകളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.